ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചതയ ദിവസമാണ് കേട്ടോ. പാവട്ടത്തിന് ചേച്ചിയും ചേട്ടനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയ വീഡിയോ എല്ലാവരുമായിട്ടുള്ളത് എടുത്തില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ചതയ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പം അവർ തിരിച്ച് വീട്ടിലേക്ക് അഞ്ചലേക്ക് പോവാണ്, പിള്ളേരെല്ലാവരും പോവാണ്. ഞാനും ഏട്ടനും ഓച്ചിറേൻ്റെ വീട്ടിലേക്കും പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് അപ്പായമ്മയും മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് ദിവസത്തേക്ക്. അപ്പം അവർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എല്ലാവരും യാത്ര ഇട്ടിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ആദ്യത്തെ നേരത്തെ തന്നെ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓച്ചിറ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഹാപ്പി ആയി ഇരിക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറി വെളിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ വന്നാ ഉമ്മ കിട്ടും, നല്ല മൂഡിലിരിക്കുക. അപ്പം നമുക്കിതേ പോകുന്ന വഴിക്ക് ടെക്സ്റ്റൈൽസ് എവിടെയെങ്കിലും കയറണം. അമ്മയ്ക്കും ചിക്കുനും ഡ്രസ്സ് വാങ്ങാൻ എൻ്റെ വകയായിട്ടൊരു ഓണക്കോടി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറണം. അപ്പോൾ നമ്മൾ കൊല്ലത്തൊന്നും ഇറങ്ങിയില്ല. കൊല്ലത്ത് റോഡ് പണിയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്രോസ് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതേ ഓച്ചിറ വന്നിട്ട് പുതിയൊരു ഷോപ്പാണ്, ഇവിടുന്ന് ചിക്കുന് ടോപ്പ് വാങ്ങി. പിന്നെ അമ്മയ്ക്ക് സാരി അവിടെ കിട്ടില്ല. അപ്പം നമ്മൾ നേരെ സൂര്യാസ് ടെക്സ്റ്റൈൽസിൽ വന്നിട്ട് അവിടുന്ന് അമ്മയ്ക്ക് നല്ല ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി സാരിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു, നല്ല സാരിയാണ്. രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ചിക്കുതേ ഞങ്ങളുടെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് അകത്തോട്ട് പോവാണ്. അപ്പോൾ ഏട്ടൻ വണ്ടി ഓടിച്ച് ആകെ ക്ഷീണിച്ചു കേട്ടോ. നല്ല വെയിലായിരുന്നു. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ. ഇത് തനിക്ക് വേണം, ഇഷ്ടപ്പെട്ടില്ല മാറി മേടിയിര്. ബ്ലാക്ക് തിരിക്ക് കൊച്ചു കയ്യ. ബെൽറ്റ് ഉണ്ട് നടുക്കൂടെ. പുതിയൊരു കട. അതാ ഇഷ്ടപ്പെട്ടാ? ഇട്ടിട്ട് വാ, അത് സാര. അതെ, ആദ്യത്തെ വെള്ളമൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റൈൽസിൽ പുതിയ കടയിൽ കയറിയപ്പോഴത്തേനും അവിടെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ അതിനകത്ത് നിന്ന് പറഞ്ഞാൽ തപ്പിയെടുത്ത് അതിൻ്റെ റേറ്റ് കണ്ടിട്ട് ചിക്കു ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു ആ സാധനത്തിന്. പക്ഷേ ഒരു ചെറിയ ടോയാണ്, പക്ഷേ അത് നല്ല വിലയായിരുന്നു. ഈ സാധനത്തിന് ഈ വിലയാണോ എന്നാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ദേ ആദൂട്ടിന് വിശപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കറികളൊക്കെ അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം റെഡിയായി. അപ്പം നമ്മൾ ആദൂട്ടിന് നേരത്തെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പും പപ്പടവും ചിക്കൻ ഫ്രൈയുമാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ഈ ചിക്കൻ കറിയൊന്നും ഇഷ്ടമല്ല, കറിയായിട്ട് എരിവുള്ള കറികളൊന്നും അവൻ കൂട്ടാറില്ല. അവന് ഈ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അപ്പം പിന്നെ അവന് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കും ഇലയൊക്കെ ഇട്ട് കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ദേ ഞങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല, ഞങ്ങളും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഭയങ്കര വിശപ്പുണ്ട്. പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ സമയം കളയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഒട്ടും ക്ഷമയില്ലായിരുന്നു കേട്ടോ. ഏട്ടന് ഒട്ടും ക്ഷമയില്ലായിരുന്നു. ഏട്ടൻ ദേ വിളമ്പിയതും അല്ല, പെട്ടെന്ന് തന്നെ കഴിച്ച് തീരാറായി. ഏട്ടൻ കഴിച്ച് തീരാറായപ്പോഴാണ് ഞാൻ കഴിച്ച് തുടങ്ങിയത്. നമുക്കിന്ന് കറികളായിട്ടുണ്ടായിരുന്നത് ബീഫ് കറി, ചിക്കൻ കറി, അവിയൽ, സലാഡല്ല പച്ചടി, നാരങ്ങ, ഇഞ്ചി, മാങ്ങ, പിന്നെ ഉപ്പേരി, പഴം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു. അമ്മയുടെ ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ ആസ്വദിച്ചിരുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം ദേ സന്ധ്യാനേരമായിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി വെളിയിലോട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ചിക്കു അകത്ത് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു 7 മണിക്കൊക്കെയാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ കല്യാണത്തിന് മുമ്പായാലും ഞങ്ങളങ്ങനെയാണ് പണ്ട് തൊട്ടേ. ഈ ഒരു ടൈമിലാണ് എല്ലാവരും ടി വി കാണാനൊക്കെ ഇരിക്കുന്ന ആ ഒരു ജോലികളെല്ലാം ഒതുങ്ങി ആ ഒരു സമയത്താണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ആദൂട്ടനും എൻ്റെ കൂടെ വന്ന് നിൽപ്പുണ്ട്. ആദൂട്ടന് ഉറക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആദൂട്ടൻ ഇങ്ങനെ കളിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ 28 ഓണം കഴിയുന്നത് വരെ നമുക്ക് ഓണം തന്നെയാണ്. അപ്പം എവിടെയൊക്കെയോ പടക്കമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കാനായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അമ്മ എവിടെ പടക്കം പൊട്ടുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കാര്യം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ചിക്കു ചായയൊക്കെ റെഡിയായെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം നമ്മൾ ദേ ഓണത്തിൻ്റെ ഉപ്പേരികളെല്ലാം എടുത്ത് വെച്ചിട്ട് കഴിച്ച് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ ഒന്നിച്ചിരുന്ന്. അപ്പോൾ ദേ നമ്മുടെ ആദൂട്ടൻ പുലികളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മുഖംമൂടി ഏട്ടൻ ഓണത്തിനൊക്കെ മുമ്പേ വാങ്ങിച്ചതാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഏട്ടൻ എവിടെയോ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ആദൂട്ടൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു കാണിക്കേണ്ട, പേടിക്കും, അവന് പേടിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്ന സാധനമാണ്. പക്ഷെ അവൻ തന്നെ അത് തപ്പിയെടുത്തുകൊണ്ട് വന്നു. അവന് പേടിയായിട്ടൊന്നും ഇല്ല കേട്ടോ. അവൻ ഹാപ്പി ആയിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മളെല്ലാവരും ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സിനിമയുടെ പേരെന്താ, കോടതി സമക്ഷം ബാലം വക്കീൽ. അപ്പോൾ നല്ല മൂവിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.